ഹലോ കൂട്ടുകാരെ, പി എസ് എൽ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ പുതിയ ജോബ് ഇൻഫർമേഷൻസും പി എസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ദയവിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്ക്. വീഡിയോസിന് ലൈക്ക് കൂടി ചെയ്യുക. ഓരോ വീഡിയോ നല്ല എഫർട്ടാണ് ചെയ്യുന്നത്, അതിനാൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ജോബ് അപ്ഡേറ്റ് നോക്കാം. കേരള സർക്കാരിൻ്റെ കീഴിൽ ഇപ്പോൾ ജോലിയവസരം വന്നിരിക്കുകയാണ്. മിനിമം 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയിൽ ഇപ്പോൾ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അസിസ്റ്റൻറ്റ്, സ്റ്റെനോ ടൈപ്പിസ്റ്റ്, ഓഫീസ് അസിസ്റ്റൻറ്റ് എന്ന തസ്തികകളിലേക്കാണ് വേക്കൻസീസ് നടക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഓരോ പോസ്റ്റിലേക്ക് 4 വേക്കൻസി വീതമാണ് ഉള്ളത്. സാലറി നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റിലേക്ക് 30,995, സ്റ്റെനോ ടൈപ്പിസ്റ്റിലേക്ക് 22,290, ഓഫീസ് അറ്റൻഡൻറ്റിലേക്ക് 18,390 ഉള്ളത്. പ്രായപരിധി നോക്കുകയാണെങ്കിൽ ഓരോ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 45 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഡിഗ്രി കൂടെ കമ്പ്യൂട്ടർ അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ്. സ്റ്റെനോ ടൈപ്പിസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ SSLC പാസ്സായിരിക്കണം. ടൈപ്പ്, എഴുത്ത് ഇംഗ്ലീഷും മലയാളവും, താഴെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വേഡ് പ്രോസസ്സിംഗ്, ചുരുക്കെഴുത്ത് ഇംഗ്ലീഷും മലയാളം എന്നിവയും പാസ്സായിരിക്കണം. ഓഫീസ് അറ്റൻഡൻറ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 7ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷാ ഫീ നോക്കുകയാണെങ്കിൽ SSC ST കാൻഡിഡേറ്റ്സിന് 300 രൂപയും മറ്റുള്ളവർക്ക് 600 രൂപയുമാണ് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി 24 ഫെബ്രുവരി 2024 വരെയാണ്. ഔദ്യോഗിക വെബ്സൈറ്റായ cdmd.kerala.government.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്ക് ബട്ടണോടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇവിടെ ഇൻഫർമേഷൻസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.